സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NIC-ക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാലാണ് മസ്റ്ററിംഗ് നിർത്തിവച്ചതെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. രാവിലെ മുതൽ സെർവർ തകരാറിനായതിനാൽ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മസ്റ്ററിംഗിനായി രാവിലെ മുതൽ ആളുകൾ എത്തിയെങ്കിലും സെർവർ തകരാറിനെ തുടർന്ന് ഒന്നും ചെയ്യാനായില്ല. പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിൽ റേഷൻ കടകൾക്ക് മുന്നിൽ നിരവധി പേരാണ് മണിക്കൂറുകളോളം കാത്തുനിന്നത്. ഇന്ന് മഞ്ഞ കാർഡ് ഉടമകൾക്കായിരുന്നു മസ്റ്ററിംഗ്. തുടർന്ന് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. മസ്റ്ററിംഗ് ഇന്ന് മറ്റേ യെല്ലോ കാർഡിന് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം കുറെ പേർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒന്നും പറ്റണില്ല. ആളുകൾക്ക് വന്നിട്ട് തിരിച്ചു പോവാണ്. വന്നിട്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകും. പിന്നെ ഇപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ അങ്ങനെ ആരും വരുന്നില്ല. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NIC-ക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടി വരുന്നതിനാലാണ് മസ്റ്ററിംഗ് നിർത്തിവെച്ചതെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. ആധാറിന്റെ ഉഡായി BSNL എന്നീ 4 ഏജൻസികൾ സാങ്കേതികമായി സഹകരിച്ചുകൊണ്ടാണ് ഗുണഭോക്താവിനെ തിരിച്ചറിയുന്ന പ്രക്രിയ നടക്കുന്നത്. ഇതെല്ലാം 12 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണം. ഇല്ലെങ്കിൽ ടൈം ഔട്ടെന്ന് എഴുതി കാണിക്കും. ഉടൻ തന്നെ ഇഷ്യൂ ആണ്. ഇതിൽ ഈ 12 സെക്കൻഡിനകത്ത് ഇത് കറക്റ്റാക്കി കൃത്യമായാൽ ഉടൻ അതിലേക്ക് പോകാൻ കഴിയും. പക്ഷേ എന്തെങ്കിലും എറർ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ വിഷയം വന്നാൽ ഉടൻ തന്നെ അതിനകത്ത് ടൈം ഔട്ട് എന്ന് പറഞ്ഞ് കാണിക്കും. റേഷൻ വിതരണത്തിലുള്ള EPOS മെഷീന്റെ സെർവർ മാറ്റാതെ സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിലും മസ്റ്ററിംഗിലും നേരിടുന്ന പ്രശ്നം പരിഹരിക്കാനാവില്ലെന്നാണ് റേഷൻ വ്യാപാരികളുടെ പ്രതികരണം. ഫെബ്രുവരി 20-നാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ആരംഭിച്ചത്. മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ ആകെ 1.54 കോടിയാണ്. ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് 15 ലക്ഷം കാർഡ് ഉടമകൾ മാത്രമാണ്. മാർച്ച് 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.